യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗസ്നാപിതാവ് എന്ന പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാകരുതേ എന്നല്ല, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്നാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഈശോയ്ക്ക് വരെ പ്രലോഭനങ്ങൾ ഉണ്ടായതായി വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി, അതായത് ഈ ചെറിയവിൽ ആർക്കെങ്കിലും ഇടർച്ച വരുത്തുന്ന വ്യക്തി വലിയ പാപം ചെയ്യുന്നതായിട്ടാണ് ഈശോ പറയുക. കാരണം ഈശോ പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി അവരെ കടലിൽ താഴ്ത്തണമെന്നാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് പ്രലോഭനം കൊടുക്കാതെ, മറ്റുള്ളവരെ ഇടർച്ച കൊടുക്കാതെ, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാതെ ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പ്രലോഭനം? എന്താണ് ഇടർച്ച? രണ്ടാമത്തെ വചനത്തിൽ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഉറകെട്ടുപോകുന്ന അവസ്ഥയാണ് ഈ ഇടർച്ചയ്ക്ക് കാരണമാകുന്നത്. നമ്മളിൽ ഉണ്ടാകണമെന്ന് ലോകവും നമ്മുടെ ചുറ്റുമുള്ളവരും ദൈവവും പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇടർച്ചയ്ക്ക് കാരണമാവുകയാണ്. ഒരു വൈദികനിൽ ആത്മീയത ഉണ്ടാകണം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം. അത് നഷ്ടപ്പെടുമ്പോൾ ഉറ നഷ്ടപ്പെടുകയാണ്. കുടുംബജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ സ്നേഹവും ഐക്യവും സമാധാനവും ഉണ്ടാകണം. അത് നഷ്ടപ്പെടുമ്പോൾ ഉറകെട്ടു പോവുകയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്, അവന് നന്മയുണ്ടാകണം. അത് നഷ്ടപ്പെട്ടു പോയാൽ ഉറകെട്ടു പോവുകയാണ്. ഉറകെട്ട അവസ്ഥയാണ് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക്, പ്രലോഭനത്തിന് കാരണമായി തീരുന്നത്. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.